Hello dears, shall we move to today's video? First question, what is the best way to stay safe while riding a bicycle? ബൈസിക്കിൾ ഓടിക്കുമ്പം സേഫ് ആയിരിക്കാൻ ഏറ്റവും നല്ല വഴി എന്താ? റൈഡിങ് വിത്തൗട്ട് എ ഹെൽമെറ്റ് ധരിക്കാതെ ഓടിക്കുക. റൈഡിങ് ഓൺ ദ സൈഡ് വാക്ക്, റോഡിൻ്റെ സൈഡിലേക്കൂടെ ഓടിക്കുക. വിയറിങ് എ ഹെൽമെറ്റ് ധരിച്ചിട്ട് ഓടിക്കുക. റൈഡിങ് ഓൺ ദ സ്ട്രീറ്റിലേക്കൂടെ ഓടിക്കുക. ഏതാണ് സേഫ് വേ? വിയറിങ് എ ഹെൽമെറ്റ് അല്ലേ? സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചാൽ നമുക്ക് ഏറ്റവും സേഫായിരിക്കാം. നെക്സ്റ്റ്, വിച്ച് ആക്ടിവിറ്റി ഹെൽപ്സ് യു പ്രാക്ടീസ് ജമ്പിങ് ആൻഡ് റണ്ണിങ്? ജമ്പിങ്ങും റണ്ണിങ്ങും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റി ഏതാ? റീഡിങ് എ ബുക്ക്, പുസ്തകം വായിക്കുക. പ്ലേയിങ് ഹോപ്സ്കോച്ച് കളിക്കുക. വാച്ചിങ് ടി വി നോക്കുക. ഡ്രോയിങ് പിക്ചർ. ജമ്പിങ്ങും റണ്ണിങ്ങുമാണ്. അപ്പോൾ ചിത്രം വരച്ചാൽ ജമ്പിങ് റണ്ണിങ്ങും പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബി, പ്ലേയിങ് ഹോപ്സ്കോച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഷുഡ് യു ഡു ബിഫോർ ക്രോസിങ് എ സ്ട്രീറ്റ്? ഒരു സ്ട്രീറ്റ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ക്ലോസ് യുവർ ഐസ്, കണ്ണടക്കണം. ലുക്ക് ബോത്ത് വേസ്, രണ്ട് ഭാഗത്ത് നോക്കണം. റൺസ് ക്വിക്ക്ലി, വേഗത്തിൽ ഓടണം. വെയിറ്റ് ഫോർ എ ബസ്, ഒരു ബസ് വരുന്നവരെ കാത്തു നിൽക്കണം. ഏതാ കറക്റ്റ്? ലുക്ക് ബോത്ത് വേസ്, രണ്ട് ഭാഗത്തേക്കും നോക്കണം. നെക്സ്റ്റ്, വേർ ഈസ് ഇറ്റ് സേഫസ്റ്റ് വാക്ക്? നടക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ഏത് വഴിയാണ്? ഓൺ ദ ഗ്രാസ്, പുല്ലിലേക്കൂടെ. ഓൺ ദ സൈഡ് വാക്ക്, റോഡിൻ്റെ സൈഡിലുള്ള ഫുട്പാത്തിലൂടെ. ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡിൻ്റെ നടുവിലൂടെ. ഇൻ ദ പാർക്കിംഗ് ലോട്ട്, പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ നടന്നാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി വന്ന് നമ്മൾ ഇടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓൺ ദ സൈഡ് വാക്കിൽ, റോഡിൻ്റെ സൈഡിൽ നടക്കാനുള്ള ഭാഗമുണ്ട്, അതിലേക്കൂടെ മാത്രം നടക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഷുഡൻറ്റ് യു റൺ ഇൻസൈഡ് ദ ഹൗസ്? വീടിൻ്റെ ഉള്ളിൽ ഓടി കളിച്ചുകൂടാന്ന് പറയാൻ കാരണം എന്താ? ഇറ്റ്സ് ഫൺ, അത് നല്ല രസമുള്ളതുകൊണ്ട്. യു മൈറ്റ് ഗെറ്റ് ടയേർഡ്, ക്ഷീണമാകും. ഇറ്റ് കോസ് ആക്സിഡൻറ്റ്, അത് ചില അപകടങ്ങൾ ഉണ്ടാക്കും. ഇറ്റ് മേക്സ് ദ ഫ്ലോർ ഡേർട്ടി, ഫ്ലോറിൽ കച്ചറ ഉണ്ടാക്കും. ഏതാ കറക്റ്റ്? ഇറ്റ് ക്യാൻ കോസ് ആക്സിഡൻറ്റ്സ്, വീട്ടിൽ ചില അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ഗുഡ് വേ ടു സ്റ്റേ സേഫ് വൈൽ പ്ലേയിങ് ഔട്ട്സൈഡ്? പുറത്ത് പോയി കളിക്കുമ്പം നല്ല സേഫായിരിക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? പ്ലേയിങ് ഇൻ ദ സ്ട്രീറ്റ് പോയി കളിക്കുക. പ്ലേയിങ് നിയർ ദ റോഡ് സൈഡ് പോയി കളിക്കുക. പ്ലേയിങ് ഇൻ എ സേഫ് ഏരിയ അവേ ഫ്രം ട്രാഫിക്, റോഡിൽ നിന്നൊക്കെ ദൂരം മാറി ഇരുന്ന് കളിക്കുക. പ്ലേയിങ് ബൈ യുവർ സെൽഫ് വിതൗട്ട് ടെല്ലിങ് എനിവൺ, ആരോടും പറയാതെ പോയി കളിക്കുക. ഏതാണ് സേഫ് വേ എന്ന് പറയുന്നത്? പ്ലേയിങ് ഇൻ എ സേഫ് ഏരിയ അവേ ഫ്രം ട്രാഫിക്. നെക്സ്റ്റ്, വാട്ട് ഷുഡ് യു ഡു ഇഫ് ദ ഫ്ലോർ ഈസ് സ്ലിപ്പറി? ഫ്ലോറ് വഴുതുന്നുണ്ടെങ്കിൽ, അതായത് നിലത്ത് വഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റൺ ക്വിക്ക്ലി, വേഗം ഓടണം. വാക്ക് കെയർഫുള്ളി, ശ്രദ്ധിച്ച് നടക്കണം. ഇഗ്നോർ ഇറ്റ്, അതൊന്നും ശ്രദ്ധിക്കാതെ പോവുക. ജമ്പ് ഓൺ ഇറ്റ്, അതിൻ്റെ മുകളിൽ ചാടി കളിക്കുക. ഏതാണ് കറക്റ്റ്? വാക്ക് കെയർഫുള്ളി, സൂക്ഷിച്ച് നടക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഷാർപ്പ് ഒബ്ജക്റ്റ് യു ഷുഡ് ബി കെയർഫുൾ എറൗണ്ട്? ഇതിലേതാണ് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ്? സോഫ്റ്റ് ടോയ് ഷാർപ്പല്ല. പെൻസിൽ ഷാർപ്പല്ല. പേപ്പർ ക്ലിപ്പ് നമുക്കറിയാം ഷാർപ്പാണ് അല്ലേ. സ്റ്റഫ്ഡ് ആനിമൽ, നമ്മൾ പാവക്കുഞ്ഞിനെ പോലെ തന്നെ മൃഗങ്ങളുടെ ഒരു പാവക്കുട്ടി. അപ്പോൾ ഇതിലേതാണ് ഷാർപ്പ്? പേപ്പർ ക്ലിപ്പ്, അത് ചിലപ്പോൾ നമ്മുടെ കാലിനൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, വാട്ട് ക്യാൻ ഹാപ്പൻ ഇഫ് യു ഡോണ്ട് വിയർ എ ഹെൽമെറ്റ് വൈൽ സൈക്ലിംഗ്? സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? യു മൈറ്റ് വിൻ എ പ്രൈസ്, നിങ്ങൾക്ക് സമ്മാനം കിട്ടും. യു കുഡ് ഗെറ്റ് ഹേർട്ട്, നിങ്ങൾക്ക് വേദനിക്കാൻ സാധ്യതയുണ്ട്. യു വിൽ റൈഡ് ഫാസ്റ്റ്, നിങ്ങൾക്ക് വേഗത്തിൽ ഓടിക്കാൻ പറ്റും. നത്തിങ് വിൽ ഹാപ്പൻ, ഒന്നും സംഭവിക്കില്ല. ഏതാ കറക്റ്റ്? യു കുഡ് ഗെറ്റ് ഹേർട്ട്, നിങ്ങൾക്ക് വേദനിക്കാൻ, നിങ്ങൾ വീണ് നിങ്ങൾക്ക് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ഇഫ് യു പ്ലേ ഓൺ ദ റോഡ്? നിങ്ങൾ റോഡുമ്പോൾ പോയി കളിച്ചാൽ എന്ത് സംഭവിക്കും? യു മൈറ്റ് ഫൈൻഡ് ടോയ്സ്, നിങ്ങൾക്ക് കുറേ ടോയ്സ് കിട്ടും. യു കുഡ് ഗെറ്റ് ഹേർട്ട് ബൈ എ കാർ, നിങ്ങൾക്ക് ഏതെങ്കിലും കാറ് വന്ന് നിങ്ങൾ ഇടിക്കാൻ സാധ്യതയുണ്ട്. സ്പെഷ്യൽ റിവാർഡ്, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു റിവാർഡ് കിട്ടും. ഇറ്റ് വിൽ ബി ഫൺ, നല്ല രസമായിരിക്കും. ഏതാ ആൻസർ? യു കുഡ് ഗെറ്റ് ഹേർട്ട് ബൈ എ കാർ, നിങ്ങളൊരു കാർ വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു റിമെമ്പർ ടു ബി സേഫ് വൈൽ പ്ലേയിങ്? കളിക്കുമ്പോൾ സേഫായിരിക്കാൻ എന്താണ് നല്ലത്? ബൈ ഇഗ്നോറിങ് സേഫ്റ്റി റൂൾസ് ഒന്നും ശ്രദ്ധിക്കാതെ കളിക്കുക. ബി ഓൾവേസ് ഫോളോയിങ് സേഫ്റ്റി റൂൾസൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് കളിക്കുക. ബൈ പ്ലേയിങ് വേറെവർ യു വാണ്ട്, നിങ്ങൾക്ക് വേണ്ടിടത്തൊക്കെ പോയി കളിക്കുക. ബൈ ആസ്കിങ് അതേഴ്സ് ടു ബി സേഫ് ഫോർ യു, നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് പറയുക. ഇതിലേതാ കറക്റ്റ്? ബൈ ഓൾവേസ് ഫോളോയിങ് സേഫ്റ്റി റൂൾസ് പാലിച്ചുകൊണ്ട് മാത്രം നമ്മൾ കളിക്കുക. നെക്സ്റ്റ്, വാട്ട് ക്യാൻ ഹെൽപ്പ് യു റിമെമ്പർ ടു യൂസ് സേഫ്റ്റി റൂൾസ് എപ്പോഴും ഓർക്കാൻ എന്താ ഏറ്റവും നല്ല വഴി? സേഫ്റ്റി പോസ്റ്റേഴ്സ് ഉണ്ടാക്കി അവിടെ ഇവിടെ ഒട്ടിക്കുക. ലൗഡ് നോയ്സ്, ഒച്ചത്തിൽ പറയുക.
ഇഗ്നോറിങ് റൂൾസൊക്കെ ശ്രദ്ധിക്കാതെ കളിക്കുക. നോട്ട് ടോക്കിംഗ് ടു എനിവൺ, ആരോടും സംസാരിക്കാതിരിക്കുക. ഏതാണ് നമുക്ക് ഏറ്റവും സേഫ്റ്റി റൂൾസ് ഓർമ്മിക്കാൻ ഏറ്റവും നല്ല വഴി? സേഫ്റ്റി പോസ്റ്റേഴ്സ് ഉണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെക്കുക. നെക്സ്റ്റ്, വിച്ച് ആക്ടിവിറ്റി ഹെൽപ്സ് യു പ്രാക്ടീസ് ബാലൻസിങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വഴി ഏതാണ്? റണ്ണിങ് എ റേസ്, ഒരു ഓട്ട മത്സരം നടത്തുക. റൈഡിങ് എ ബൈസിക്കിൾ ഓടിക്കുക. വാക്കിംഗ് ഓൺ എ ബാലൻസ് ബീം, ഒരു ബാലൻസ് ബീമിലൂടെ നടക്കുക. പ്ലേയിങ് ഓൺ എ ബോർഡ് ഗെയിം, ഒരു ബോർഡ് ഗെയിം കളിക്കുക. ഇതിലേതാ കറക്റ്റ്? റൈഡിങ് എ ബൈസിക്കിൾ, ഒരു സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പഠിക്കുന്നതാണ് നമുക്ക് ബാലൻസിങ്ങിന് ഏറ്റവും നല്ല വഴി അല്ലേ? റൈഡിങ് എ ബൈസിക്കിൾ. നെക്സ്റ്റ്, വാട്ട് ഹെൽപ്സ് യു പ്രാക്ടീസ് യുവർ ജമ്പിങ് സ്കിൽസ്? നിങ്ങൾ ജമ്പിങ് സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാൻ നല്ല വഴി എന്താ? പ്ലേയിങ് വിത്ത് ബിൽഡിംഗ് ബ്ലോക്സ് എടുത്ത് കളിക്കുക. ജമ്പിങ് റോപ്പ്, സ്കിപ്പിംഗ് റോപ്പ് എടുത്തിട്ട് ജമ്പ് ചെയ്യുക. കളറിങ് പിക്ചർ കളർ ചെയ്യുക. വാച്ചിങ് ടി വി നോക്കുക. ഏതാ കറക്റ്റ്? ജമ്പിങ് റോപ്പ് എടുത്തിട്ട് ജമ്പ് ചെയ്യുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സേഫസ്റ്റ് വേ ടു ക്രോസ് ദ സ്ട്രീറ്റ്? ഏറ്റവും നല്ല വഴി ഏതാണ് സ്ട്രീറ്റ് ക്രോസ് ചെയ്യാൻ? ക്രോസ് വിതൗട്ട് ലുക്കിംഗ്, അങ്ങോട്ട് നോക്കാണ്ട് ക്രോസ് ചെയ്യുക. ക്രോസ് വൈൽ ടോക്കിംഗ് ഓൺ ദ ഫോണിൽ സംസാരിച്ചുകൊണ്ടും ക്രോസ് ചെയ്യുക. ക്രോസ് അറ്റ് ക്രോസ് വാക്ക് ആൻഡ് ലുക്ക് ഫോർ കാർസ്, ക്രോസ് വാക്കിലൂടെ മാത്രം, അതായത് സീബ്ര ക്രോസിങ്ങിൽ നിന്നിട്ട് അപ്പുറത്തിപ്പുറത്തും വണ്ടികളൊക്കെ വരുന്നുണ്ടോ നോക്കിയിട്ട് ക്രോസ് ചെയ്യുക. ക്രോസ് വൈൽ റണ്ണിങ്, ഓടിക്കൊണ്ടും ക്രോസ് ചെയ്യുക. ഏതാ കറക്റ്റ്? ക്രോസ് അറ്റ് ക്രോസ് വാക്ക് ആൻഡ് ലുക്ക് ഫോർ കാർസൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ്, വാട്ട് ഷുഡ് യു വിയർ ടു സ്റ്റേ സേഫ് വൈൽ റൈഡിങ് എ ബൈക്ക്? ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ സേഫായിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ധരിക്കേണ്ടത്? എന്താണ്? സൺഗ്ലാസ്, ഹെൽമെറ്റ്, ഹാറ്റ്, ഗ്ലൗസ്. ഏതാ? ഹെൽമെറ്റ് അല്ലേ? നെക്സ്റ്റ്, വൈ ഷുഡ് യു ഹോൾഡ് ദ ഹാൻഡ് റെയിൽ വെൻ ഗോയിങ് അപ്പ് ഓർ ഡൗൺ സ്റ്റെയേഴ്സ്? സ്റ്റെയേഴ്സ് കയറുമ്പോൾ ഇറങ്ങുമ്പം കയ്യിൽ സൈഡിൽ പിടിക്കണമെന്ന് പറയാൻ കാരണം എന്താ? ടു ക്ലൈംബ് ഫാസ്റ്റർ, വേഗത്തിൽ കയറാൻ. ടു ഹെൽപ്പ് യു ബാലൻസ് ആൻഡ് സ്റ്റേ സേഫ്, നിങ്ങൾ ബാലൻസ് ആയിരിക്കാനും സേഫ് ആയിരിക്കാനും സഹായിക്കാൻ വേണ്ടി. ടു ഷോ ഓഫ്, മറ്റുള്ളവരെ കാണിക്കാൻ. ടു കീപ്പ് യുവർ ഹാൻഡ്സ് ബിസി, നിങ്ങളെ കൈക്ക് ഒരു പണി ഉണ്ടാക്കാൻ. എന്താണ്? ടു ഹെൽപ്പ് യു ബാലൻസ് ആൻഡ് സ്റ്റേ സേഫ് അല്ലേ? നമുക്ക് ബാലൻസ് തന്നിട്ട് നമ്മളെ സേഫായി നിർത്താൻ വേണ്ടി. നെക്സ്റ്റ്, വാട്ട് ഷുഡ് യു ഡു ഇഫ് യു സീ ബോൾ റോളിങ് ഇൻ ടു എ സ്ട്രീറ്റ്? ഒരു സ്ട്രീറ്റിലേക്കൂടെ ഒരു റോട്ടിലേക്കൂടെ ഒരു ബോൾ ഉരുണ്ട് പോകുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചേസ് ഇറ്റ് ഇൻ ദ സ്ട്രീറ്റ്, ആ റോട്ടുമ്പിലേക്കൂടെ തന്നെ അതിൻ്റെ പിന്നാലെ പോയി അത് എടുക്കുക. ആസ്ക് ആൻ അഡൽട്ട് ടു ഹെൽപ്പ്, ഒരു മുതിർന്നവരോട് സഹായം തേടുക. ഇഗ്നോർ ഇറ്റ്, അതിനെ ഒഴിവാക്കുക. ത്രോ അനദർ ബോൾ ഇൻ ടു സ്ട്രീറ്റ്, വേറൊരു ബോൾ എടുത്തിട്ട് എറിയുക. ഏതാ കറക്റ്റ്? ആസ്ക് ആൻ അഡൽട്ട് ടു ഹെൽപ്പ്, ഒരു വലിയ മുതിർന്ന ആളിനോട് സഹായിക്കാൻ പറയുക. നെക്സ്റ്റ്, വാട്ട് ഷുഡ് യു ഡു ഇഫ് യു സീ എ ഷാർപ്പ് ഒബ്ജക്റ്റ് ഓൺ ദ ഫ്ലോർ? നിലത്തൊരു കൂർത്ത സാധനം കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിക്ക് ഇറ്റ് കെയർഫുള്ളി ഓർ ആസ്ക് ആൻ അഡൽട്ട് ടു ഹെൽപ്പ്, അത് നിങ്ങൾ സൂക്ഷിച്ചെടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട്, വലിയ മുതിർന്നവരോട് സഹായം തേടുക. സ്റ്റെപ്പ് ഓൺ ഇറ്റ്, അതിൻ്റെ മുകളിൽ ചവിട്ടുക. ഇഗ്നോർ ഇറ്റ്, അതിനെ ഒഴിവാക്കുക. പ്ലേ വിത്ത് ഇറ്റ്, അതെടുത്ത് കളിക്കുക. ഏതാ കറക്റ്റ്? പിക്ക് ഇറ്റ് അപ്പ് കെയർഫുള്ളി ഓർ ആസ്ക് ആൻ അഡൽട്ട് ടു ഹെൽപ്പ്. നെക്സ്റ്റ്, വാട്ട് ഷുഡ് യു ഡു ഇഫ് വെദർ ഈസ് വെരി വിൻഡി? ഭയങ്കര തണുത്ത കാറ്റുള്ളൊരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്ലൈ എ കൈറ്റ് വിതൗട്ട് ഹോൾഡിങ് ഇറ്റ്, ഒരു പട്ടം എടുത്തിട്ട് അതിനെ പിടിക്കാതെ പുറത്തേക്ക് കളിക്കുക. സ്റ്റേ ഇൻസൈഡ്, ഒന്നും ഉള്ളിൽ നിൽക്കുക. ഓർ കെയർഫുൾ ഔട്ട്സൈഡ്, പുറത്ത് ശ്രദ്ധയോടുകൂടെ നിൽക്കുക. ഗോ ഔട്ട്സൈഡ് ഇൻ വെരി ലൂസ് ക്ലോത്തിങ്, ലൂസായ ഡ്രസ്സ് എടുത്ത് പുറത്ത് പോവുക. പ്ലേ ഇൻ ദ വാട്ടർ, വെള്ളത്തിൽ പോയി കളിക്കുക. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? സ്റ്റേ ഇൻസൈഡ് ഓർ ബി കെയർഫുൾ ഔട്ട്സൈഡ്. നെക്സ്റ്റ്, വാട്ട് മൈറ്റ് ഹാപ്പൻ ഇഫ് യു റൺ വൈൽ ഹോൾഡിങ് എ ഷാർപ്പ് ഒബ്ജക്റ്റ്? ഒരു ഷാർപ്പ് ഒബ്ജക്റ്റും പിടിച്ച് ഓടിയാൽ എന്ത് സംഭവിക്കും? യു മൈറ്റ് വിൻ എ റൈസ്, നിങ്ങൾക്കൊരു ഓട്ട മത്സരത്തിൽ ജയിക്കാം. യു കുഡ് ഗെറ്റ് ഹേർട്ട്, നിങ്ങൾക്ക് മുറിവുണ്ടാവാൻ സാധ്യതയുണ്ട്. യു വിൽ ലുക്ക് കൂൾ, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നത്തിങ് വിൽ ഹാപ്പൻ, ഒന്നും സംഭവിക്കില്ല. എന്താ കറക്റ്റ്? യു കുഡ് ഗെറ്റ് ഹേർട്ട്, നിങ്ങൾക്ക് മുറിവുണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, വാട്ട് കുഡ് ഹാപ്പൻ ഇഫ് യു ഡോണ്ട് ഫോളോ ട്രാഫിക് സിഗ്നൽസ് ഫോളോ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? യു മൈറ്റ് ഗെറ്റ് എ പ്രൈസ്, നിങ്ങൾക്കൊരു സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. യു കുഡ് ബി ഇൻ ഡേഞ്ചർ ഫ്രം മൂവിങ് വെഹിക്കിൾസ് ഓടിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യു വിൽ ഗെറ്റ് ദർ ഫാസ്റ്റർ, വേഗം എത്തും. നത്തിങ് വിൽ ഹാപ്പൻ, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഏതാ കറക്റ്റ്? യു കുഡ് ബി ഇൻ ഡേഞ്ചർ ഫ്രം മൂവിങ് വെഹിക്കിൾസ്, വണ്ടികൾ ഓടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്?
ഡേഞ്ചറിൽ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.